സങ്കീർത്തനങ്ങൾ അധ്യായം 65. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവമേ, സഹിയോനിൽ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. നിങ്കൽ നേർച്ച സമർപ്പിക്കപ്പെടുന്നു. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. സർവജടവും നിന്നാലാണല്ലോ വരുന്നത്. വഞ്ചകരുടെ വാക്കുകൾ എൻ്റെ നേരെ ബലപ്പെട്ടിരിക്കുന്നു. എന്റെ വചനങ്ങൾ പരിഹരിക്കണമേ. തിരുനിവാസത്തിൽ പാർക്കേണ്ടതിന് നിനക്ക് പ്രസാദം തോന്നി. അടിപ്പിക്കുന്ന മനുഷ്യന് ഭാഗ്യം. നിന്റെ ഭവനത്തിലെ നന്മകൾ കൊണ്ടും നിന്റെ ആലയത്തിലെ വിശുദ്ധി കൊണ്ടും അവൻ തൃപ്തനാകും. ഭൂമിയിലെ സകല അതിർത്തികളുടെയും ദൂരസ്ഥരായ ജാതികളുടെയും പ്രത്യാശയാകുന്നു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ ഭയങ്കരമായ നീതി നിമിത്തം എന്നോട് ഉത്തരമരുളണമേ. താൻ തന്റെ ശക്തി കൊണ്ട് പർവ്വതങ്ങളെ ഉറപ്പിച്ചിട്ട് തന്റെ ധീരതയാൽ പ്രബലപ്പെടുന്നു. താൻ സമുദ്രത്തിലെ ചുഴലികളെയും അവയിലെ ഓളങ്ങളുടെ ശബ്ദത്തെയും അടയ്ക്കുന്നു. ജാതികൾ അമ്പരന്നു പോകും. ഭൂവാസികൾ നിന്റെ അത്ഭുതങ്ങൾ കൊണ്ടും ശോഭയുള്ള ഉദയാസ്തമനങ്ങൾ കൊണ്ടും ഭയപ്പെടും. നീ ഭൂമിയെ ഓർത്തതിന് വിശ്രമം നൽകി ബഹുലമായി ഐശ്വര്യപ്പെടുത്തി. ദൈവത്തിന്റെ നീർച്ചാലുകൾ വെള്ളം നിറഞ്ഞിരിക്കുന്നു. നീ യഥാക്രമം അവർക്ക് ഭക്ഷണം തയ്യാറാക്കി. അതിൻ്റെ ഫലങ്ങൾ വളരുവാനായി അതിൻ്റെ ഉഴവുചാലുകളെ നല്ലവണ്ണം ചാറ്റൽ മഴ കൊണ്ട് നനച്ചു. അതിൻ്റെ മുള വളർന്ന് തഴയ്ക്കും. നിന്റെ കൃപയാൽ സംവത്സരത്തെ കിരീടം അണിയിക്കണമേ. കാളക്കുട്ടികൾ പുല്ലുകൊണ്ട് സമ്പൂർണരാകട്ടെ. വനത്തിലെ മേച്ചിൽ സ്ഥലങ്ങളിൽ നിന്ന് അവ സമ്പൂർണമാകും. കുന്നുകൾ മഹത്വം ധരിക്കും. അവ പുഷ്ടിയുള്ള ആടുകളെ കൊണ്ട് നിറയും. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടും. അവ ആനന്ദിച്ച് സ്തുതി പാടും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ